ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നോട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മൾക്ക് കുറേ കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടാനെന്നും പറഞ്ഞ്. നമ്മളിതിൻ്റെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മളിപ്പം എല്ലാവരും ചെക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. മിക്ക ആൾക്കാരും ഡിസ്ക് ബ്രേക്കിനകത്ത് ചെക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഡിസ്കിൻ്റെ പാഡ് ഉണ്ടോ എന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഫ്ലൂയിഡ് ഈ ഒരു ലെവൽ ഇവിടുന്ന് നോക്കി ചെയ്യത്തതേ ഉള്ളൂ. ഈ ഒരു ഫ്രണ്ടിലുള്ള ഫ്ലൂയിഡിൻ്റെ ലെവലുണ്ടോ നോക്കി ചെയ്തേ ഉള്ളൂ. പക്ഷെ നമുക്കിത് 2003 എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതേ ഇതിനകത്തുനിന്ന് ഫ്ലൂയിഡിനെ ഒന്ന് ചെക്ക് ചെയ്യുകയോ ക്ലീൻ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇടയ്ക്കൊരു ബൈറ്റ് ഒരു കുറവുണ്ട്. അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ച് പോകുന്നില്ല, അങ്ങനത്തെ സ്റ്റക്കുണ്ട്. അപ്പോൾ നമുക്കിത് ഊരി നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഫ്ലൂയിഡ് വളരെ കുറവാണെന്ന് കാണിച്ചപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയി കൊടുത്തിട്ട് ആൾക്കാർ നമ്മൾ കുഴപ്പമില്ല, ഫ്ലൂയിഡിൻ്റെ ആയിരിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലിയർ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഊരി നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഭയങ്കര വൃത്തിയായി കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ സർവീസ് ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ബ്രേക്കാണ്. കാരണം അതിന് നിർത്തണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു മാസ്റ്റർ സിലിണ്ടറിനകത്തുള്ളൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇത് സംഭവം മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെ ശേഷം നമ്മൾ ഈ ടോട്ടൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫുൾ സർവീസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ നേരെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് സ്റ്റാർ എടുത്തിട്ട് പിന്നെ ഇത് ത്രെഡ് ആദ്യം കളയാതെ സൂക്ഷിക്കുക. കാരണം വാങ്ങിക്കാൻ കിട്ടുക ഒരു സ്ക്രൂവിന് 10 രൂപ ഉള്ളൂ. എങ്കിൽ പോലും നിങ്ങളത് കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കുക. കാര്യം അത് പെട്ടെന്ന് ചെറുതാണെങ്കിൽ പോലും തപ്പിയാണെന്നാൽ ചിലപ്പോൾ കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഊരി നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എടുത്ത് മാറ്റി അങ്ങ് വെച്ചേക്കുക. ഇനി മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്ലൂയിഡിൻ്റെ ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈവൻ ഇതിനകത്ത് ചെക്ക് ചെയ്താൽ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചില സമയത്ത് നേരെ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പുണ്ട്, റബ്ബറിൻ്റെയും കൂടി ഊരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നോക്കിയാൽ കാണാം ഇതിനകത്തൊരു വൃത്തിയായിട്ട് കുറേ പോർഷനൊക്കെ അതിനകത്തുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഈ ഒരു ഫ്ലൂയിഡ് ആയിരിക്കും താഴത്തോട്ട് ഈ ഒരു ഹോസിൽ കൂടെ ഇറങ്ങുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഫ്ലൂയിഡ് മാത്രമല്ല, പഴയ ഫ്ലൂയിഡ് ഇരുന്ന് മറ്റേ ഓയിലൊക്കെ ഇരുന്ന് ഒരുമാതിരി വൃത്തികേടായിട്ടുള്ളൊരു ഇതാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈയിടെ നോക്കിയപ്പോഴാണ്, അപ്പം ഞാൻ പമ്പ് ചെയ്ത് കൊടുത്തപ്പോഴൊന്നും എയർ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഹോസിൽ കൂടി ഈ സൈഡിലൊക്കെ നോക്കിയാൽ ശരിക്കും കാണാവുന്നതാണ്. നിങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു പോർഷൻ്റെ അറ്റത്തേക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഫുള്ള് ഒരുമാതിരി ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്നു. ക്ലാവ് എന്നായിരിക്കും ഇതിൻ്റെ ഓയിലൊക്കെ ഇരുന്ന് വൃത്തികേടായിട്ടിരിക്കുക. അപ്പം ഇത് ബ്രേക്കിൽ കൂടെ ഇറങ്ങിയാൽ പോലും നമുക്ക് ശരിയാകത്തില്ല. കാരണം ഒരു പ്യൂരിഫൈഡ് അല്ല ഒരു സംഭവം. അപ്പം നമ്മളിതൊന്നുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരിപാടിക്കാണ് ഇന്നിവിടെ നിൽക്കുന്നത്. സോ അതിന് നമുക്ക് ഈ ക്യാപ്പൊക്കെ ഇട്ടിട്ട് നേരെ തിരിച്ച് അതേപടി വെച്ചേക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാരണം നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമുക്കിത് ചെയ്യാൻ അറിയത്തില്ല. ഇതുവരെ ആദ്യം ചെയ്യുന്ന കണ്ടിട്ടുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് പോയിട്ട് ഇത് ഓക്കെ ആണോ അതോ നമ്മുടെ കാഴ്ചപ്പാടിലാണോ ഇത് പ്രശ്നം എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോകുകയാണ്. അതോ ഇതിങ്ങനെ തന്നെ ആണോ എന്നറിയത്തില്ല. എൻ്റെ ഒരു ബേസിക്കായിട്ട് എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഇത് കൊള്ളത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മൾ ഈ ഒരു വണ്ടിയായിട്ട് നമ്മൾ അടുത്തുള്ള നമ്മൾ പണി ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകണമെന്ന്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കാം. നമ്മൾ എന്താണെങ്കിലും ബ്രേക്ക് ഇപ്പോൾ കുഴപ്പമില്ല. എന്നാലും അത് നമ്മളപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ടോട്ടല് ക്ലീൻ ചെയ്ത് പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ ഒരു ബെയറിങ് ചിലപ്പോൾ മാറേണ്ടി വരും. സീറ്റിലൊക്കെ ഇതൊക്കെ കാരണം ഒരു ചെറിയൊരു ഓട്ടം പോലെ ചെറിയൊരു അനക്കമുണ്ട്. ബെയറിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നത്. അതായത് ഒരു കോർണറൊക്കെ ചേർന്നത് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പോൾ ഇത് ഫുൾ സർവീസ് ആയിട്ട് ഓറിയൻറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ്. എന്നാൽ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാണുന്നത്. നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അങ്ങനെ കാണാം. വോയിസ് ഓവർ ചെയ്യും. സെയിം 62 പൂജ്യം 2000 വരും. ഒരുപാട് സെയിം വരും. 64 വരത്തില്ല. 64 വരുമ്പോൾ അളവാ പോവും മേലെ. അതിങ്ങനെ പോയി ഇതല്ലേ ലൈറ്റ് ഇതിൻ്റെ ഇരിക്കത്തില്ല, വെക്കാൻ പറ്റുമോ?
ഡോം ഇതാണ് പോയി ചില ഇതിൻ്റെ അങ്ങനെ റോട്ടർ ജാമുണ്ട് ഇതിനകത്ത് പിസ്റ്റനോ? അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ കണ്ടെന്നല്ലേ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനൊരു വർക്ക്ഷോപ്പിൽ പോയി ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്തൊരു കാര്യം നമുക്കറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ ഒരു ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോനെ ഇത് പ്രത്യേകിച്ച് ആ ഒരു മാസ്റ്റർ സിലിണ്ടറിൽ നിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ഫ്ലൂയിഡ് ജസ്റ്റ് പുള്ളിയുടെ ഒന്ന് ടോട്ടൽ ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്. പുള്ളി ഉടനെ നേരെ ഒരു വേസ്റ്റ് തുണി എടുത്തിട്ട് വന്നിട്ട് ആ ലിക്വിഡൊക്കെ ജസ്റ്റ് ആ തുണി കൊണ്ട് ഒപ്പിയെടുത്തിട്ട് പുള്ളി എടുത്തിട്ട് അടുത്ത് ഒഴിക്കുക. എന്നിട്ട് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇപ്പം നേരത്തെ എൻ്റെ വീഡിയോയിൽ അപ്പം ഞാനത് ക്ലീൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോയ്ക്ക് തരുന്നുണ്ട്. അപ്പം പുള്ളീനോട് ഞാൻ ചോദിച്ചാൽ പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പുള്ളി ഓൾറെഡി ഫ്ലൂയിഡൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചോദിച്ചു ജാമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു ജസ്റ്റ് നമുക്കത് ചെയ്യണ്ട, ജസ്റ്റ് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ നമുക്ക് ടോട്ടൽ ക്ലീൻ ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ മേളത്തെ ഈ അവസ്ഥ ഇതായിരിക്കണം. ഈ ഒരു മേളത്തെ ഫ്ലൂയിഡ് തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു ബ്രേക്കിൻ്റെ ഹോസിൽ കൂടെ അല്ലെങ്കിൽ ആ വയറിൽ കൂടെ താഴത്തെ റോട്ടറിന് ആ കാലിപ്പർ വരെ ചെല്ലുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ നമുക്ക് ടോട്ടൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ മോനെ എന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ച് ചെയ്തു. ഇപ്പം അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട അത്രയും ചെയ്യാൻ. ബ്ലീഡ് ചെയ്യാൻ ടൈം എടുക്കത്തില്ല എന്നല്ല, എയറൊക്കെ ശരിക്കും പമ്പ് ചെയ്തെടുക്കണം. ടൈം വേണ്ടെന്നല്ല. അപ്പം പുള്ളി എന്തെടുത്ത് ഓൾറെഡി കളഞ്ഞു. അത് പിന്നെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഫില്ല് ചെയ്ത് ബ്ലീഡ് ചെയ്ത് ആ ഹോസിൽ നിന്ന് ഫുള്ളും വലിച്ചൊക്കെ കളഞ്ഞ് പമ്പ് ചെയ്തപ്പോഴത്തേക്ക് ബാക്കി ഫ്ലൂയിഡൊക്കെ പോയി ഓക്കെ ഒരുമാതിരിയൊക്കെയാണ്. എന്നിട്ട് രണ്ടാമത് തിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു മോനെ ഇതിനകത്തൂടെ എയർ അതായത് ഒരു കുഴപ്പമില്ലായിരുന്ന മാസ്റ്റർ സിലിണ്ടർ കൂടി എയർ പുഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള പ്രഷർ മേളിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തോ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ അഴിച്ചതിൻ്റെ എല്ലാം ആയിരിക്കുന്നു. പക്ഷേ സ്ക്രൂവിന് കുഴപ്പമായിരുന്നു, റബ്ബർ ഉണ്ടായിരുന്നു, അതിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്ലൂയിഡിൽ നിന്ന് അങ്ങനെ പ്രഷർ വരായിരിക്കും കാര്യം. പുള്ളി രണ്ടാമത് എന്തോ എടുത്തു ബ്ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ബ്ലീഡ് ചെയ്യാൻ അറിയത്തില്ല. പുള്ളി നോക്കുന്നുണ്ട്, പുള്ളി ആ എയർ നെറ്റ് ലൂസ് ആക്കുന്നുണ്ട്, ഫ്ലൂയിഡ് ലിവർ ജസ്റ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പമ്പ് ചെയ്തിട്ടൊന്ന് എൻ്റെ ഒരു ഞങ്ങളവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഇതെന്താ സംഭവം. പുള്ളി പറയുന്നത് വെച്ചാൽ എന്നിട്ട് പറഞ്ഞു മോനെ ഇത് റെഡിയാക്കി വെക്കാം. അപ്പം ഞങ്ങൾക്ക് പിറ്റേ ദിവസം നാളെ വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ പിറ്റേ ദിവസം വൈകുന്നേരം വരാം. അപ്പോൾ രാവിലെ വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് രാവിലെ അവിടുത്തെ ഒരു അടൂർ വരെ പോകേണ്ടതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അടൂർ പോയിട്ട് തിരിച്ചു തന്നെ ഒരു പുള്ളിയെ വിളിച്ച് പറഞ്ഞു. പുള്ളി പറഞ്ഞു ചേട്ടാ എന്തായെന്ന് ചോദിച്ചാൽ വിളിച്ചപ്പോഴാണോ റെഡിയായെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു മോനെ ഇത് റെഡിയായില്ല, പണിയൊക്കെ കഴിഞ്ഞിരിക്കുക, ഞങ്ങൾ 2 ബെയറിങ്ങും മാറാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചേട്ടാ ബ്രേക്ക് എന്താ? അപ്പോൾ പറഞ്ഞു മോനെ ആ മാസ്റ്റർ സിലിണ്ടർ മാറണം. ഞങ്ങളെ വിളിച്ചെന്താന്ന് വെച്ചാൽ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഒരു മാസ്റ്റർ സിലിണ്ടർ മാറ്റുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ശരി എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈൻറ്റ്, ആ മാസ്റ്റർ സിലിണ്ടർ ലീക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു എയർ ആ ഒരു ലിവർ നമ്മളിങ്ങനെ ആ ഒരു ബൈറ്റ് കിട്ടാത്തതും പുഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇരിക്കട്ടെ ഞങ്ങൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ വെച്ചിട്ട് വേറെ ബൈക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കടയിൽ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു അത് മാസ്റ്റർ സിലിണ്ടർ മാറണം. അപ്പോഴേ നമുക്കൊരു ധാരണ കിട്ടി. ഇപ്പോൾ പുള്ളി ചെയ്യുന്ന കണ്ടത് തലേദിവസം പുള്ളി ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യുന്നതും പുള്ളി ബ്ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ബ്ലീഡ് ചെയ്യാൻ എനിക്കൊരു പ്രോപ്പറായിട്ട് അറിയാമെന്നുണ്ടായിരുന്നു. കാരണം ബ്രേക്കിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തില്ല. കാരണം അപ്പം ഞാൻ വിചാരിച്ചു ഒരു അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ബ്രേക്ക് അത്യാവശ്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം പുള്ളി ഞാൻ പറഞ്ഞു ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു മോനെ പൊക്കോ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ കിട്ടാനുള്ളൊരു ഇതാണെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ബൈറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു ചെറിയൊരു ബൈറ്റ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഓടിപ്പിച്ച് അതുകൊണ്ട് നോക്കിയിട്ടൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെയ്യാം, 2 ദിവസം കഴിഞ്ഞിട്ട് മാസ്റ്റർ സിലിണ്ടർ മാറണമെങ്കിൽ നോക്കിയിട്ട്, കാരണം ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇത്രയും കുഴപ്പമില്ല അപ്പോൾ എന്തോ അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ അന്ന് രാത്രിയായിരുന്നു, ഒരു 6:30-7 മണിയായി. പിന്നെ രാത്രി ചെയ്യാൻ പറ്റില്ല. പുള്ളി പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് നമ്മളവിടെ വെച്ചിട്ടാണ് പോയിരുന്നത്. പുള്ളി തിരിച്ചെടുത്ത് തരുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തെടുത്ത് പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെടുക്കണം എന്ന് നോക്കിയപ്പോഴത്തേക്ക് വെച്ച് ബ്രേക്ക് റെഡി ഇല്ല. അപ്പോൾ പുള്ളിക്ക് ആക്ച്വലി ബ്രേക്ക് ബ്ലീഡ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ചില വീഡിയോകളിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈയിടെ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവർ ജസ്റ്റ് ഒരു എയർ നെറ്റ് ലൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്ത് കളയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, എയർ കളയാൻ വേണ്ടി. പിന്നെ ഞാൻ നേരത്തെ കണ്ടുള്ളൂ. അപ്പോൾ അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ചുമ്മാ പുള്ളി എന്താണെങ്കിലും ചെക്ക് ചെയ്തിട്ട് ഫെയിലിയർ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ച് ഞാൻ നേരെ നോക്കി
പമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൂയിഡിൻ്റെ ആ മസിലിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ ഇത് കുറവ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ നേരത്തെ വിചാരിച്ചാൽ ഇത്ര മതി മോനെ, അതൊക്കെ ധാരാളം അത്രയും ലെവൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരെ ഒരു അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഷോപ്പിൽ പോയിട്ട് 17 രൂപ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ജസ്റ്റ് ഡോട്ടിൻ്റെ ഒരു ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ഫ്ലൂയിഡ് 17 രൂപ, അത് കോമൺ ആണെന്ന് തോന്നുന്നു. അത് നോർമൽ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡാണത്. അപ്പം അത് ഞാൻ വാങ്ങിച്ചിട്ട് ബോഷിൻ്റെ ഒരു 17 രൂപ തോന്നുന്നു, റോഡ് സർട്ടിഫൈഡ് ആണെന്ന് തോന്നുന്നു, ബ്രേക്ക് ഫ്ലൂയിഡ് വാങ്ങിച്ചിട്ട് പോയി. അത് 50 ml അത്യാവശ്യം ഉണ്ട്, നമുക്കത് രണ്ട് ഫുൾ ബ്ലീഡ് ചെയ്താലും ഇനി ബാലൻസ് ഉണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് എന്തെടുത്ത് ഒഴിച്ചു. അപ്പോൾ ഇല്ലായിരുന്നു സംഭവം. ഞാൻ ബ്ലീഡ് ചെയ്യുന്നിടത്ത് നല്ല രീതിയിൽ ഫ്ലൂയിഡ് വേണം ബ്ലീഡ് ചെയ്ത് കളയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ കളയുന്ന ഫ്ലൂയിഡ് നമ്മൾ എടുത്ത് വെക്കണം. പക്ഷേ ഇത് ഞാൻ എയറിനെറ്റ് ഫുള്ളായിട്ട് ഊരി കളഞ്ഞിട്ടൊക്കെ ചെയ്തത്. അപ്പോൾ അത്ര എന്തെങ്കിലും എയർ ഉണ്ടെങ്കിൽ ഫുള്ള് എയർ ഫ്ലൂയിഡ് വന്ന് നെഗേറ്റ് ലൈക്ക് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് എയറിനെറ്റൊക്കെ ഊരി കളഞ്ഞിട്ടൊക്കെ ചെയ്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പമ്പ് ചെയ്തിട്ട് തിരിച്ച് എയറിനെറ്റ് ഇട്ടിട്ട് പിന്നെ ലൂസാക്കി പമ്പ് ചെയ്ത് ഇങ്ങനെ ആ ഒരു എയർ സ്ക്രൂയിൽ കൂടെ ഫ്ലൂയിഡൊക്കെ ഇങ്ങനെ ചടിച്ച് കളഞ്ഞിട്ട് അതിനനുസരിച്ച് മേളിൽ നമ്മൾ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം പമ്പ് ചെയ്ത് കഴിഞ്ഞ് വെളുത്ത സിലിണ്ടറിൻ്റെ ക്യാപ്പൊക്കെ അടച്ചു വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഓസിൽ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സിലിണ്ടറിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് ജസ്റ്റ് പമ്പ് ചെയ്തപ്പോൾ അതിനകത്ത് ബബിൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് അതിൻ്റെ ചെറിയ ബബിൾസ് ആണ്. കാരണം ഫ്ലൂയിഡ് ഇറങ്ങിപ്പോകാനുള്ള ഒരു ഹോൾ കാണാം, അതിനകത്ത് ചെറിയ ബബിൾസ് ആണ്. അതിപ്പം ഇങ്ങനെ പമ്പ് ചെയ്താൽ പുറകിലോട്ട് വരത്തില്ല. അപ്പോൾ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് അതിനകത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ബബിൾ ഇങ്ങനെ പൊട്ടിക്കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കുറേ ടൈറ്റ് ചെയ്തപ്പം നമുക്ക് തോന്നുന്നില്ല ഒരു മെക്കാനിക്ക് എത്ര ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നേരെ ചെയ്തിട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ നേരെ പുള്ളിയുടെ കടയിൽ ചെന്നിട്ട് കാരണം ചേട്ടാ ഇത് റെഡിയായെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ് റെഡി ആയില്ലേ പിന്നെ എന്തുകൊണ്ട്. ഞാൻ പറഞ്ഞ ചേട്ടാ അങ്ങനെയല്ല, ഞാൻ നേരെ ഓയിൽ വാങ്ങിച്ച് ബ്ലീഡ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് റെഡി ആയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് ശരി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ നിന്നിട്ട് പുള്ളി പറഞ്ഞു ഇനി ഇപ്പം എന്താണെങ്കിലും റെഡി ആയില്ലേ, ഇനി എന്ത് വേണമെന്നൊക്കെ ചോദിച്ചു. അതായത് ഇപ്പം സംഭവം റെഡി ആയി കിട്ടിയില്ലേ, അതല്ലേ വേണ്ടത്, ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം റെഡി ആകാൻ വേണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഇത് ചെയ്താൽ പോരെ. അപ്പോൾ പുള്ളി എപ്പം എന്ന് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വീൽ റെഡി ആയില്ലേ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബെയറിങ് മാറാൻ കൊടുത്താൽ ചെറിയൊരു പ്രശ്നമുള്ളത് കാരണം ചെറിയൊരു ലാഗോ അല്ലേ, അപ്പം അത് കാരണം ബ്രേക്കിൻ്റെ റോട്ടർ വിഷയം വരണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ കൊടുത്തു. പുള്ളി പറഞ്ഞു ഇപ്പം വീൽ റെഡി ആയില്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലായി പുള്ളിക്ക് ഒരു അറിയത്തില്ല. അപ്പം പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ 2 സ്ട്രോക്ക് വാങ്ങിക്കുന്നവരല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നവർ ഇപ്പം നമ്മുടെ ഒരു ഏരിയയിൽ കുറച്ച് പേരുണ്ടായിരിക്കത്തുള്ളൂ. 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു പിള്ളേർ ഒരു ഇച്ചിരി പാഷൻ ഉള്ളവരെ കൊണ്ട് നടക്കത്തുള്ളായിരിക്കും. അപ്പം അതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് അപ്പോൾ ഈ വർക്ക്ഷോപ്പുകാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കൊണ്ട് ചെല്ലുന്നവൻ അല്ലേ ഒരാളല്ലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് മാത്രമേ പണി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ നമ്മളെ നിന്ന് ചാർജ് ചെയ്യും. ഇപ്പോൾ ചെറിയൊരു സാധനം ലാസ്റ്റ് ടൈം ഞാൻ റിസൾട്ടിൻ്റെ ഒരു ക്യാറ്റ് സൈലൻസർ ഞാൻ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി നമ്മൾ കടയിൽ കൊണ്ട് ഞാൻ വേണമെങ്കിൽ ടൂൾസ് എന്തെങ്കിലും ഞാൻ ചെയ്തത് പുള്ളി ഒരു 7000 രൂപ സൈലൻസർ പുള്ളി വഴി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കാൻ നേരത്ത് എന്നാൽ പുള്ളിക്ക് അതിനകത്ത് കമ്മീഷൻ കാണിക്കും. അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. പുള്ളി അപ്പം പുള്ളിയുടെ ഇതിനെ കൊണ്ട് പുള്ളിയുടെ മെക്കാനിക്കിനെ കൊണ്ട് വെപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ അവസാനം ഒരു 7000 കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു 250 രൂപ കൂടെ വരും. പക്ഷേ ഒരു സൈലൻസർ കൂടി വെച്ചിന് 250 രൂപ. അത് ഇപ്പം നമ്മൾ തന്നെ അറിയാവുന്നവർ നമ്മളേക്ക് പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടാണെങ്കിലും ചിലപ്പോൾ നല്ല രീതിയിൽ പിഴിയും. അപ്പം പിന്നെ ചിലവരൊക്കെ ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഈ 2 സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു വണ്ടി കൊണ്ടുനടന്നാൽ നമുക്ക് വണ്ടിയെ പറ്റി ബേസിക് ആയിട്ടുള്ളൊരു ബോധം വേണം. ഇപ്പം എന്ത് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്ന ആൾ അതിനെ റൈഡർ എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിന് പൊസിഷൻ കൊടുക്കുന്ന എല്ലാവരും വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ കുറച്ചൊരു ബോധം വേണം. ഇപ്പോൾ ഒരു വണ്ടിക്ക് ഇപ്പോൾ എന്ത് പറ്റി അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് എന്താ കംപ്ലൈൻറ്റ് എന്ന് ഇപ്പം മേജർ ആയിട്ടുള്ള എൻജിൻ വൈസ് ഒന്നും പറയുന്നത് പുറത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് എന്താ കംപ്ലൈൻറ്റ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബോധമുള്ളവർ വേണം വണ്ടി ഓടിച്ച് നടക്കാൻ മെയിൻലി 2 സ്ട്രോക്ക് ഓടിച്ച് നടക്കാൻ. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പം വേണമെങ്കിൽ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും. അപ്പം തന്നെ നമ്മളൊരു ടൂൾ എടുത്തിട്ട് ജസ്റ്റ് എപ്പോഴും കയ്യിലൊരു സ്പാർക്ക് പ്ലഗ് എഴുതി റീപ്ലേസ് ചെയ്യാൻ അറിയണം ബേസിക്കായിട്ട്. അതിനുകൊണ്ടാണെന്നുള്ളൊരു കാരണമാണ്. അല്ലെങ്കിൽ ഉള്ള സ്പാർക്ക് പ്ലഗിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ടെടുത്ത് തിരിച്ച് ഓണാക്കാനുള്ള ഒരു മിനിമം കഴിവാണ്. ഇപ്പം എനിക്കറിയാം ഇപ്പം മിക്ക ഇവിടുത്തെ പുത്തൻ റൈഡേഴ്സ് എന്നൊക്കെ പറയുന്നൊരു ജസ്റ്റ് ടൈറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് വണ്ടി ഇരിക്കുന്നു അല്ലെങ്കിൽ മുഖം കാണിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ആ ഒരു ക്ലാരിറ്റി ബേസിൽ കുറേ ഫാൻസ് ഉള്ളവരുണ്ട്. അത് നല്ല കാര്യമല്ലെന്നല്ല പറയുന്നത്, നല്ല കാര്യമായിരിക്കും, അവർക്ക് ഫേമസ് ആകും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു റൈഡർ എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല.
കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സൺ എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. എനിക്കറിയാവുന്നത് വെച്ചിട്ട് കുറച്ച് പേരുണ്ട്. അതായത് വണ്ടി റൈഡ് പോകുന്നവരുണ്ട്, പക്ഷെ അതേസമയം അവർക്ക് വണ്ടിപ്പണി അറിയാം. അതിപ്പം എന്തെങ്കിലും ട്രബിൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ചിലവർ വണ്ടി കൊണ്ട് നടക്കുന്നവരൊക്കെ ടൈറ്റിലൊക്കെ ചിലപ്പോൾ ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടൈറ്റിലൊക്കെ റൈഡറിനൊക്കെ കാണിച്ചിട്ട് ഈവൻ ആക്സിലേറ്റർ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവൻ ജസ്റ്റ് ഒന്ന് റിലീസ് ആവും, തിരിച്ച് റിട്ടേൺ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് അത് വർക്ക്ഷോപ്പിൽ കൊണ്ട് റെഡിയാക്കണം എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാനത് കണ്ടിട്ടുണ്ട്. പുള്ളി അന്ന് അത് ജസ്റ്റ് ആ ഒരു റൈറ്റ് സൈഡിൽ അതൊന്ന് ജസ്റ്റ് തിരിച്ചു നോക്കിയിട്ട് എന്താണെന്ന് എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പ്രശ്നം നോക്കാണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. അന്ന് അത് സൈഡിലത്തെ ഹാൻഡിൽ വെയിറ്റിൽ ഒരു വാഷർ ഇട്ടാൽ തീരുന്ന പ്രശ്നം, അതിൻ്റെ ഡിഫറൻസ് ഇല്ല, ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പോലും അറിയാത്തവരാണ്. എനിക്ക് എന്നോട് പേഴ്സണലി ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കത് അങ്ങനെ എനിക്കൊരു ഇൻസിഡൻറ്റ് റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിപ്പം മെയിൻലി 2 സ്ട്രോക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ഉള്ളവരും ഒരു കുറച്ചെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് കൊണ്ട് കൊടുക്കാം. അങ്ങനെയുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മറ്റുള്ളവരിൽ നിന്ന് പറ്റിക്കപ്പെടാതൊക്കെ ഇരിക്കാം. പിന്നെ പറ്റിക്കലുണ്ട്. ഇപ്പം നല്ലൊരു വർക്ക്ഷോപ്പ് എനിക്കിപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകണമെങ്കിൽ മിക്കവാറും ആലുവ കൊണ്ടുപോകേണ്ടി വരും. ആലുവ കൊണ്ടുപോകലാണ് നല്ല വർക്ക്ഷോപ്പ്. എന്തെങ്കിലും കേടായൊരു സാധനം നമുക്കിപ്പോൾ അത്രയ്ക്കും ദൂര സ്ഥലത്ത് പോയി റെഡിയാക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫുള്ളി ഇങ്ങനെ പവർ ഒക്കെ ഗെയിൻ ചെയ്ത് അങ്ങനെ പവർ കൂട്ടിയെടുക്കുന്ന പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 സ്ട്രോക്ക് കൊണ്ട് നടക്കുന്നതിന് നമ്മളിപ്പം ഫുള്ളി ഒരു വർക്ക്ഷോപ്പിനാരെ റിലേ ചെയ്യാണ്ടിരിക്കുക. അത് അവർ ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്താൽ ഇപ്പം മിക്കവരും വിടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് കിട്ടും. ബാക്കി നമുക്ക് കൊണ്ട് കൊടുക്കാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ കാശ് മുടക്കേണ്ടി വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കോസ്റ്റ് എല്ലാവരും സർവീസ് ഓറിയൻറ്റഡ് ഇടാൻ പറഞ്ഞു. ഇപ്പോൾ സർവീസിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പുകാർ നല്ല രീതിയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ നമ്മൾ ഫ്ലൂയിഡ് വാങ്ങിക്കാൻ കൊടുത്ത് 250 രൂപ എന്നാണ് പുള്ളി വാങ്ങിച്ചത്. അപ്പോൾ പുള്ളിയുടെ കോസ്റ്റ് നമ്മൾ കാശ് കൊടുത്ത് റെഡിയാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി ചെയ്തു. പക്ഷെ നമ്മളെന്ന് പറഞ്ഞു കേട്ടോ ഇത് ശരിയായില്ലായിരുന്നു, ഞാൻ റെഡിയാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കഴിവതും സ്വന്തമായിട്ട് ചെറിയൊരു എഫോർട്ട് എടുത്തോട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വണ്ടിയിലൊരു പണിതുകൊണ്ടിരിക്കുക. അതായത് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും. അതായിരിക്കും ഒരുമാതിരി നല്ല. ഏത് വണ്ടിയാണെങ്കിലും നമ്മളെ പറ്റുന്നത് നമുക്ക് നോക്കാം, നമ്മളെ കൊണ്ട് പറ്റാത്തത് അങ്ങനെയുള്ളവരെയാണ് കുറച്ചും കൂടി ഈ 2 സ്ട്രോക്ക് കൊണ്ട് നടക്കാൻ ഇച്ചിരി കൂടെ കേപ്പബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ വേറൊരു ടോട്ടൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസ് കോസ്റ്റ് ആൻഡ് ആനുവൽ എന്തൊക്കെ സർവീസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷൻ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. സോ എനിവേ ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. എനിവേ താങ്ക് യു.